ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തോടെ എനിക്ക് മോർണിംഗ് കുറച്ച് നേരത്തോടെ എനിക്ക് കാരണം വെച്ചാൽ ഈ സമയത്തൊന്നും ഞാൻ ഇപ്പോൾ നിൽക്കലില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര നേരത്തോടെ എണീക്കണം, നേരത്തോടെ ഉറങ്ങണം. പക്ഷേ കറക്റ്റൊരു പ്ലാനും കാര്യങ്ങളൊന്നും സെറ്റായി വന്നിട്ടില്ല. സെറ്റാക്കണം, പതുക്കെ മാറ്റി വരണം, ഇല്ലെങ്കിൽ അത് റെഡി ആവില്ല. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും 500 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. 500 വരെ എത്തിക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഒരു ചില്ലറായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പ്രത്യേകിച്ച് എനിക്ക് ഞാനിത് എൻ്റെ 4ാമത്തെ ചാനലാണിത്. ആദ്യത്തെ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫേസൊന്നും കാണിച്ചിട്ടല്ല വീഡിയോ ഇട്ടിരുന്നത്. ജസ്റ്റ് ഒരു മാഷപ്പ്, അതുപോലെ തന്നെ നമ്മൾ ഈ ട്രോൾ വീഡിയോസൊക്കെ ഇടുമല്ലോ, അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഞാൻ ആ ചാനൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കുറച്ചൊരു സെറ്റപ്പായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. അത് അന്നത്തെ കാലത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതായത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും, അതുപോലെ തന്നെ കോപ്പി റൈറ്റ് സംഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നൊരു ചാനലാണ്. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അത് എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഫോൺ മാറിയ സമയത്ത് ആ ഫോൺ കേടായ സമയത്ത് ഫോൺ മാറിയപ്പോൾ അതിൻ്റെ പാസ്വേഡോ ഇമെയിലോടെയോ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അത് പോയി. കുറേ നാൾക്ക് ശേഷം ഞാൻ പിന്നീട് ഫോൺ കിട്ടിയപ്പോൾ ഞാനതിൻ്റെ പേരൊക്കെ അടിച്ച് നോക്കിയപ്പോൾ കണ്ടപ്പോൾ അത് 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അതിൽ ഞാൻ ഇട്ടൊരു പാട്ടിന് 3 ലക്ഷം വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഇതിൽ പോയതാണ്. പക്ഷേ അത് കിട്ടില്ല, എങ്ങനെ പോയാലും അത് ഒന്നും കിട്ടുമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ ഈ സമയത്താകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോൾ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരാളാണ് ഓണർഷിപ്പിൽ വരുന്നതാണ് പാട്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് അതിൽ കിട്ടില്ല. ഒരു മറ്റേ ഇതേ ഒരു പൂച്ച, ഇന്നലെ വന്ന പൂച്ച, അതിനെ കണ്ട്, നമ്മളെ പൂച്ച അതിനെ കണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെയായിരുന്നു അത് ഫസ്റ്റത്തത്. അപ്പോൾ അത് കിട്ടില്ലല്ലോ. പിന്നെ രണ്ടാമത് തുടങ്ങിയത് ഞാൻ ഫേസ് കാണിച്ചിട്ടാണ് തുടങ്ങിയത്. അത് 2022 2022 ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ റിയാക്ഷൻ ചാനലാണ് തുടങ്ങിയത്. ഒരു AMC റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു ചാനൽ. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ്. കംപ്ലീറ്റ് റിയാക്ഷൻ വീഡിയോസ്, സിനിമയുടെ ട്രെയിലർ, ടീസർ, ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ, കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ സംഭവം നല്ലൊരു വൈബിൽ തന്നെയാണ് പോയിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ ഫണ്ണായിട്ടുള്ള വീഡിയോസും കൂടി റിയാക്ഷൻ ചെയ്യും. അതായത് ഷോർട്സിലും ചെയ്യാറുണ്ട് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസുകൾ. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന സമയത്ത് ഞാൻ കുറേ ആവശ്യമില്ലാത്ത കുറേ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മറ്റേ ഈ ഫുഡിൻ്റെ ഒക്കെ മറ്റേ ന്യൂട്ടെല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു 24K 30K ഒക്കെ കിട്ടിയിരുന്നത് ആ ഒരു റിയാക്ഷൻ ചാനലിൽ നിന്ന്, ആ ഒരു വീഡിയോസിൽ നിന്നാണ്. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞാൻ മറ്റേ ഒരു കോമഡി വീഡിയോ ചെയ്ത്, മറ്റേ എനിക്ക് തോന്നുന്നത് അഖിൽ നേരത്തെ ഉണ്ടല്ലോ, അവൻ്റെ വീഡിയോസ് കണ്ടിരുന്നു. അത് ചെയ്തപ്പോൾ അവരുടെ വീഡിയോയിൽ തന്നെ അവർ മ്യൂസിക് ചെറുതായിട്ട് കൊടുത്തിരുന്നു. എനിക്ക് കേൾക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ ഒരു ചെറിയ ലെവലിൽ കേട്ടെ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ ഇയർഫോൺ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാറ്. പക്ഷെ അന്ന് ഞാൻ ഇയർഫോൺ വെച്ചില്ല. അത് വെച്ച് വീഡിയോ ഇട്ട സമയത്ത് കോപ്പിറൈറ്റ് വന്നു. ഷോർട്സിൽ അന്ന് കോപ്പിറൈറ്റ് വന്ന് തന്നെ കളയാൻ പാടാം. അത് നൈസായിട്ട് പണി കിട്ടി, കോപ്പിറൈറ്റ് കിട്ടി. അത് നൈസായിട്ട് ചാനലിനും ബാധിച്ച്. അതായത് ഓൾറെഡി 2 കോപ്പിറൈറ്റ് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലെയിമേ കിട്ടുള്ളൂ. ഇതും കൂടി കിട്ടിയപ്പോൾ സ്ട്രൈക്ക് എനിക്ക് കിട്ടി. അപ്പോൾ അതുകൂടി ആയപ്പോൾ തീരുമാനമായപ്പോൾ ആ ചാനലങ്ങ് പോയി. പിന്നെ അതിന് ശേഷം ഇതേപോലെ തന്നെ ഫോൺ വീണ്ടും കേടായി. അതായത് വേറൊരു ഫോൺ കിട്ടിയ ശേഷം. അപ്പോൾ ഫോൺ കേടായപ്പോൾ 1 വർഷം ഞാൻ ഫോൺ യൂസ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു 2023 ടോട്ടൽ ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല 1 വർഷം. എന്നിട്ട് അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കീപാഡ് ഫോണാണ്. ആ 1 വർഷം ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എനിക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് ഒരറിവില്ല, കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയി ഇതൊക്കെ വന്ന സമയത്ത് പുതിയ ഫോൺ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ ആ സമയത്ത് പറ്റിയില്ല. എന്നിട്ട് 2024 എനിക്ക് ഫോൺ കിട്ടി. ലാസ്റ്റ് ആയപ്പോഴും ഫോൺ കിട്ടി. എനിക്ക് തോന്നുന്നൊരു ഓഗസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ആ ഫോൺ കിട്ടുക. അത് കിട്ടി സെറ്റായപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആലോചിച്ച്. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്ത് സമയം കുറേ കഴിയാറായപ്പോൾ ഞാൻ ഇത് അടുത്ത വർഷം തുടങ്ങാമെന്ന് വെച്ചിട്ട് 2025 ഞാൻ ചാനൽ തുടങ്ങി. ആ 25 ചാനൽ തുടങ്ങിയിട്ട് ജനുവരി 1 ചാനൽ തുടങ്ങിയത്. ഇതും ജനുവരി 1 തുടങ്ങിയത്.
അപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ വിലങ്ങൂന്ന് പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ടൊക്കെ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഒറ്റയ്ക്ക് പോയിട്ട് ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് അതാക്കിയപ്പോൾ അതും കുറേ കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഒരു കോപ്പിറൈറ്റ് വന്ന സമയത്ത് അത് പാർഷ്യലി ബ്ലോക്കഡാണ്. പക്ഷേ അത് ഭാവിയിൽ എന്താവും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചില്ല. അത്യാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ചാനലും കൂടിയാണ്. പക്ഷേ ഞാനത് പിന്നെ അത് ആക്റ്റീവ് ആക്കിയില്ല. ഞാനതൊരു ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതൊരു ചാനൽ വന്ന് തുടങ്ങി. അതാണ് ഈ ചാനൽ തുടങ്ങി. പക്ഷേ ആ മുമ്പുണ്ടായിരുന്ന ചാനലും ഈ ചാനൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 തുടങ്ങിയ ചാനലിന് 200 എത്രാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം തുടങ്ങിയതിന് 300 ഉണ്ടായിരുന്നു. പക്ഷെ 300 അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടായില്ല. ഇത് 500ക്ക് എത്തിയത് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ഇതുവരെ 500 എന്നുള്ള സാധനം ഞാൻ എൻ്റെ ഇതിൽ കണ്ടിട്ടില്ല. പെട്ടെന്നൊരു ഇതിൽ മറ്റേ ചാനൽ പിന്നെ നോക്കണ്ട, പണ്ടത്തെ നോക്കണ്ട, അത് അങ്ങനത്തെ ഒരു ഇതല്ല. ഇത് നമ്മുടെ ഫേസ് കാണിച്ച് ഒരു സെറ്റപ്പിൽ കൊണ്ടുവരുന്ന ഒരു ചാനലാണ്. മീൻ വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ കേൾക്ക്. അപ്പോൾ അത് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈ 500 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വണ്ടി കാണുന്നുണ്ട് ഇല്ല അതുകൊണ്ട്. അപ്പോൾ അത്രയാണ്, എന്താ പറയുക, ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൂടുതൽ ഞാൻ അങ്ങനെ വലിയ വീഡിയോ ഒക്കെ ഉദ്ദേശിച്ചിട്ടല്ല, ചെറിയൊരു വീഡിയോ ഇടാന്ന് വെച്ചാൽ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കസിൻ്റെ അവിടെ പോകും. കാരണം കല്യാണം കാര്യങ്ങളൊക്കെ വരില്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് തീർത്തിട്ടൊക്കെ വേണമെങ്കിൽ പോകാൻ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, 500 സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ പേരിലൊരു വീഡിയോ ഇടാന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും താങ്ക് യു സോ മച്ച്. ഇതേപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഇനി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടൊക്കെ തന്ന് ഇതാക്കിയ ശേഷം ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 505 സബ്ബായി. പിറ്റേ ദിവസം ഇന്നലെ നോക്കിയപ്പോൾ അത് 516 സബ്സ്ക്രൈബേഴ്സായി. കാരണം ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയതിൻ്റെ ഒരു ഇത് എനിക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. പോയിടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ ഷോർട്സ് ഇടുന്നതുകൊണ്ട് അതിലും കുറച്ച് കയറ്റം വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.